നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സദൃശ്യവാക്യങ്ങൾ 3:5-6. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കും. നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കണം. പലപ്പോഴും മനുഷ്യൻ സ്വന്തം കഴിവിൽ ആശ്രയിക്കും, എന്നിട്ട് ദൈവത്തോട് പറയും. അല്ല, നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്നേഹിക്കണം. അവനെ ആരാധിക്കുമ്പോഴും അവനെ പൂർണ്ണമായിട്ട് ആരാധിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. നമ്മുടെ ആശ്രയം യഹോവയാണോ, നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ ഉണ്ടോ, ഏതൊക്കെ അറകളുണ്ടോ, അവിടെയൊക്കെ കർത്താവിന് വേണം ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ വഴികളായിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, ഏത് ജീവിതത്തിൽ ഏതൊക്കെ മേഖല, നിന്റെ ആരോഗ്യമായിക്കോട്ടെ, എവിടെയും കർത്താവിന് വേണം ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. നിന്റെ ജ്ഞാനത്തിൽ നീ ഊന്നരുത്. നിനക്ക് ചിലപ്പോൾ നല്ല അറിവുണ്ടായിരിക്കാം, എന്നാൽ ദൈവവചനത്തിൽ നമ്മുടെ അറിവല്ല വേണ്ടത്, നമ്മുടെ ജ്ഞാനമല്ല വേണ്ടത്. ദൈവവചനം എന്ന് പറയുന്നു, ആ കർത്താവ് എന്ന് പറയുന്നു, അതനുസരിക്കുവാനാണ് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കേണ്ടത്. നമ്മുടെ കഴിവിൽ, നമ്മുടെ ബുദ്ധിയിൽ നോക്കിയാൽ നമുക്ക് പലപ്പോഴും ഇത് വിശ്വസിക്കാൻ കഴിയത്തില്ല. ഈ വചനം നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നമുക്ക് നോക്കുവാണെങ്കിൽ വചനത്തിലെ പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. മനുഷ്യ ലാസറിനെ യേശു ഉയർപ്പിച്ചു. സ്വന്തം ബുദ്ധിയിൽ വിചാരിച്ചാൽ അത് സംഭവിക്കത്തില്ല. എന്നാൽ നിന്റെ ബുദ്ധിയെ അവിടെ മാറ്റിവെക്ക്, നിന്റെ ജ്ഞാനത്തെ അവിടെ മാറ്റിവെക്ക്. കർത്താവിന്റെ ഓരോ അത്ഭുതവും നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ ബുദ്ധിയെ മാറ്റിവെച്ച് നമ്മളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ ജീവിതം ഇന്ന് മുഴുവൻ തകർന്നതാണോ, നീ ഇന്ന് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തത് ഏറ്റവും തകർന്നതിനെ ഏറ്റവും ശ്രേഷ്ഠമാക്കുവാൻ മതിയായവനാ എന്റെ കർത്താവ്. അവൻ നിന്നെ തകർത്ത് കളയത്തില്ല. നിന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളാണോ ഇന്ന്, ആ പരാജയത്തിൽ ആ നിൽക്കുന്ന സമയത്ത് തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തേ. നിന്നെ അറിയുന്ന കർത്താവ് നിന്നെ ഏറ്റവും ഉന്നതമാക്കുവാൻ ഈ പിതാവ് മതിയായവനാ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കണം. നിന്റെ ആശ്രയം കർത്താവിലാണോ, നീ പൂർണ്ണമായിട്ട് ആ കർത്താവിൽ ആശ്രയിക്കണം. ഇന്ന് പൂർണ്ണമായ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ, ഇന്നൊരു കൊച്ചു കുഞ്ഞ്, അവന്റെ ആശ്രയം മാതാപിതാക്കളാണ്. അവൻ ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടുന്നില്ല, അവൻ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്നില്ല. അവൻ അറിയാം അവന്റെ അപ്പനും അമ്മയും അവനുണ്ട്, അല്ലെ അവനെ വളർത്തുന്ന വ്യക്തികൾ അവനുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം ഇന്ന്. അതുകൊണ്ട് വചനം പറഞ്ഞ ശിശുക്കളെ പോലെ ആകണം. നമ്മുടെ പുതിയ ജ്ഞാനത്തെ മാറ്റിവെച്ച് ഈ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, ഇത് നമ്മൾ ഗ്രഹിക്കുമ്പോൾ, ആ ബുദ്ധിയെയൊക്കെ മാറ്റിവെച്ച് കർത്താവിന് എന്താവണം, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് അത് ഇടപെടാനായിട്ട് തുടങ്ങും. നമുക്ക് വേണ്ടുന്ന ആശ്വാസം അവനാ പകർന്നു തരുന്നത്. പൂർണ്ണമായിട്ട് പകുതിയല്ല നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ ആശ്രയം ഈ കർത്താവിലാണോ, അവൻ നിനക്ക് വേണ്ടുന്ന വഴികളെ ഒരുക്കി തരും. അവൻ നിന്റെ ജീവിതത്തിൽ വേണ്ടുന്നത് മുഴുവൻ ഒരുക്കി തരും. നിന്റെ എല്ലാ വഴികളിലും അവൻ നിന്നെ നനച്ചുകൊള്ളും, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് വേണ്ടുന്ന പാത, നിനക്ക് വേണ്ടുന്ന വഴി, നീ നടക്കേണ്ടുന്ന വഴി അവൻ നിനക്ക് കാണിച്ചു തരും. നീ എവിടെ പോകണം, എവിടെ നിൽക്കണം, അതൊക്കെയും ഈ കർത്താവ് നിനക്ക് കാണിച്ചു തരും. അതിനാ പരിശുദ്ധാത്മാവ് നിന്നെ വഴി നടത്തും. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്. നിന്നെ സകല സത്യത്തിലും വഴി നടത്തുവാൻ ഈ പരിശുദ്ധാത്മാവ് മതിയായവനാണ്. ജ്ഞാനത്തിൽ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നമ്മൾ ആശ്രയിക്കാതെ, നമ്മൾ ആശ്രയിക്കുമ്പോൾ കർത്താവിന്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ടൊന്ന് ആശ്രയം വെച്ച് നമ്മുടെ ജീവിതത്തെ അവൻ അനുഗ്രഹിക്കും. നമ്മളെ അവൻ രൂപാന്തരപ്പെടുത്തും. നമ്മളിലൊരു വലിയ മാറ്റം കർത്താവ് ആഗ്രഹിക്കുക. എന്നിലും നിങ്ങളിൽ വലിയൊരു മാറ്റം കർത്താവ് ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ നിരപ്പാകേണ്ട സ്ഥലങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നേരെ ആവേണ്ട സ്ഥലങ്ങളുണ്ട്. ആ ഓരോ വഴികളിലും കർത്താവ് നമ്മളെ വഴി നടത്തും. കർത്താവ് നമ്മളെ കൂടെ ഉണ്ട്. അവനാണോ ഞാൻ ഇന്ന് ആശ്രയം വെച്ചിരിക്കുന്നത്, ആ കർത്താവ് എനിക്ക് വേണ്ടി വലിയ വഴി വാതിലുകൾ തുറന്നു തരും. നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളെ നോക്കാതെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നോക്കാതെ കർത്താവിൽ നിന്ന് ആശ്രയം വെച്ച് കർത്താവ് നിന്നെ വഴി നടത്തും. നിന്നെ ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായി നടത്തുവാൻ, നിനക്ക് ആശ്രയം വെക്കുവാൻ മതിയായത് ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു മാത്രം. ആ പിതാവിൽ ആശ്രയം വെച്ച് അവൻ നിന്നെ വഴി നടത്തും, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ അവൻ അനുഗ്രഹിക്കും. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും
അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, സ്തുതിക്കുന്നു. ഈ നല്ലൊരു ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പഠിക്കുമ്പോൾ കർത്താവെ, വേണ്ടാത്ത ചിന്തകളിലൊക്കെയും അകപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ, അവരെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിൻ്റെതായ ചിന്തകള് എല്ലാം യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളിൽ നിന്ന് നീങ്ങി മാറി കർത്താവിൽ പൂർണ്ണ ആശ്രയം വെച്ച് വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലയിൽ എത്തുവാൻ തക്കോണം ഈ കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത ഭവനങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, എല്ലാ ജീവിതത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലപ്പ ഈ വചനങ്ങളെല്ലാം അനുഗ്രഹമായി തീരുവാൻ തക്കണം. കർത്താവിന്റെ കരം പ്രവർത്തിക്കുന്നതിനായ സ്തോത്രം. അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.